നമസ്കാരം ഫ്രണ്ട്സ്, അങ്ങനെ എന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മള് ലാസ്റ്റ് വീഡിയോയില് ഞാൻ സിഡ്നിയിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ സീറ്റ്സൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ സ്ക്രീനൊക്കെ നോക്കി, പിന്നെ ആൾക്കാർ സെറ്റിൽ ആണെന്ന് നോക്കി. ഞാൻ ബാക്ക് സൈഡിലത്തെ സെക്ഷനിലാണ് ഫ്ലൈറ്റിന്റെ ഉണ്ടായിരുന്നത്. നമ്മളെ ഫസ്റ്റ് സെക്ഷൻ 2 സീറ്റ്, പിന്നെ മിഡിലിൽ 3 സീറ്റ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ 2 സീറ്റ്. പിന്നെ നമ്മൾ ഈ സെക്ഷനിലേക്ക് കയറുമ്പോൾ 2 സൈഡിലായിട്ട് എയറോസ്റ്റേഴ്സിന് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ നമ്മളെ വിൻഡോ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഫ്ലൈറ്റിൽ കയറിയ പാട് പില്ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഹെഡ്സെറ്റും തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളെ ഫ്രണ്ടിലെ സ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട്. കൂടാതെ എന്റെ അടുത്തിരുന്ന ഒരു സുഡാനി അമ്മൂമ്മയാണ് കേട്ടോ. നമ്മൾ രണ്ടാം നല്ല കമ്പനിയായി. പക്ഷെ അമ്മൂമ്മ പറയുന്ന ഒന്നും എനിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, ഞാൻ പറയുന്ന ഒന്നും അമ്മൂമ്മക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആംഗ്യങ്ങളിലൂടെയും നമ്മളെ എന്താ പറയാ, നമ്മളോരോ ആംഗ്യ ഭാഷയില്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ശരിക്കും എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം ആ ഒരു പ്രായത്തില് ആ അമ്മൂമ്മ ഒറ്റക്കാ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. ഈ ഫ്ലൈറ്റിന്റെ തൊട്ട ബാക്കിൽ കുറെ സിംഗപ്പൂർ എയർലൈൻസ് വരുന്നുണ്ട്. വരിവരിയായിട്ട് നമ്മള് മുമ്പിട്ട് ഒരു ഫ്ലൈറ്റ് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലേക്ക് കൂടി കുറെ ഫ്ലൈറ്റ് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് കുറച്ച് സ്ലോ മോഷൻ ആയിട്ട് ഞാൻ എടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ ആ വീഡിയോ ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്താ. അപ്പോ കണ്ട ഒരു സിംഗപ്പൂരിലെ എയർലൈൻസ് വരുന്നുണ്ട്, അതിന്റെ ബാക്കിൽ വേറെ ഒന്ന് വരുന്നുണ്ട്. അങ്ങനെ നിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മലേഷ്യയിൽ നിന്ന് പറക്കുകയാണ് ഫ്രണ്ട്സ്. ഇനി നമ്മൾ ആകാശത്തിലേക്ക് യാത്ര ചെയ്ത് സിഡ്നിയിലേക്ക് പോകാം. അങ്ങനെ നമ്മള് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിന്റെ എഞ്ചിൻ സ്പീഡായി, നമ്മൾ ഉയർന്നു പോയി കേട്ടോ. സത്യം പറഞ്ഞാലില്ലേ, ഒരു സേഫ് ലാൻഡിങ് കഴിഞ്ഞല്ലോ. ഞാൻ കൊച്ചിന്ന് മലേഷ്യയിൽ ഇറങ്ങിയോണ്ട് കുറച്ചൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആകാശത്തെ യാത്രകൾ നമുക്ക് അത്ര ഡേഞ്ചർ അല്ല. ചത്താ പിന്നെ പൊടി പോലും കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഓക്കെ, പേടിക്കാനൊന്നുമില്ല. നമ്മള് സേഫ് ആയിട്ട് എത്തുന്നുള്ള ഒരു അനുഭവം കിട്ടിയതുകൊണ്ട് ഈ ഒരു ജേർണി എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിത് പൊന്തുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്ത് ഇരിക്കായിരുന്നു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, വേറെ തന്നെ രാജ്യമാണ്, എങ്ങനെയാന്ന് പകൽ കാഴ്ചകൾ എങ്ങനെയാ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മള് പറന്ന് ആകാശത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കണ്ട, ഞാൻ വിൻഡോ സൈഡിൽ, എനിക്ക് 2 ജേർണിയും വിൻഡോ സൈഡിൽ സീറ്റ് കിട്ടിയോണ്ട് എനിക്ക് ഇങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനും പറ്റി. അപ്പൊ നമ്മൾ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭൂമിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് ആകാശത്തോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം താഴെയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞായിട്ട് കാണാൻ തുടങ്ങി. കുറെ ദൂരെ പോകുന്നുണ്ട് നമ്മള്. അപ്പോ ആകാശം നല്ല കാഴ്ചകളായിരിക്കെ, എയർപോർട്ടും അതിന്റെ സറൗണ്ടിങ്സും മറ്റു ഫ്ലൈറ്റുകളും, പിന്നെ ആ കോലാലംപൂർ സിറ്റി, ആ സ്ഥലത്തിന്റെ ജോഗ്രഫി ഒക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലല്ല, ചെറുങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് വീണ്ടും പുതിയൊരു യാത്ര തുടങ്ങാണ് സിഡ്നിയിലേക്ക്. ഇനി എത്ര ദൂരം താണ്ടണമെന്നറിയോ ഓസ്ട്രേലിയയിലേക്ക് എത്താൻ വേണ്ടിട്ട്? ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് മലേഷ്യ ടു സിഡ്നി. പിന്നെ നമ്മൾ അവിടെ ഏകദേശം ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യാം. താഴേക്ക് ഭയങ്കര പച്ചപ്പൊക്കെ കാണാനുണ്ട്. പകലായതുകൊണ്ട് നല്ല രസമുണ്ട്, കാരണം പുറത്ത് വിൻഡോ കാഴ്ചകളുണ്ട്, ആകാശ കാഴ്ചകളുണ്ട്. വിൻഡോസ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് കാണാത്ത കാഴ്ചകളാണല്ലോ ഇതെല്ലാം. ഒരു അത്ഭുതത്തില് ഉള്ളൊരു ഫീലായിരുന്നു. എന്താ പറയണ്ടേ, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു അത്ഭുതം ഉണ്ടാവില്ലേ, പുതിയ പുസ്തകം, പുതിയ പെൻസില്, പുതിയ ക്ലാസ് റൂം, ടീച്ചേഴ്സ്, അങ്ങനെ ഒരു അത്ഭുതത്തിൽ ഞാൻ ഇരിക്കായിരുന്നു പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട്. കാരണം ഇതെല്ലാം അത്ഭുതമാണല്ലോ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക്. അപ്പൊ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, MH141 ആണ്. പേര് മലേഷ്യൻ എയർലൈൻസ് ആണ്. ഇത് മലേഷ്യ എന്ന് പറഞ്ഞ കൺട്രീന്റെ ഫ്ലൈറ്റ് ആണ്. ഇത് എയർബസ് A330-300 വേരിയന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് 2012 ഓഗസ്റ്റ് ആണ്. അപ്പൊ 11 വർഷം മുന്നേ ഈ ഫ്ലൈറ്റ് ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ടോട്ടൽ 290 സീറ്റ്സ് ഉണ്ട്. 27 ബിസിനസ് ക്ലാസ് സീറ്റ്സും, പിന്നെ 247 എക്കോണമിയും, പിന്നെ ബാക്കിയുള്ള സീറ്റുകൾ.
അപ്പോ ഇതാണ് നമ്മളെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽ. പിന്നെ നമുക്ക് മുമ്പിൽ സ്ക്രീൻ ഉണ്ടായിരുന്നു, അതായത് നമ്മള് ഇവിടുന്ന് കോലാലംപൂർന്ന് പുറപ്പെട്ടു, ഇവിടെ എത്തി, ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ട്, ഇത്രയാണ് എസ്റ്റിമേറ്റഡ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മുന്നിലത്തെ സ്ക്രീനിൽ കാണാൻ പറ്റുമായിരുന്നു. അവിടെ തന്നെ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ട കാര്യങ്ങളും പിന്നെ കുറെ കാര്യങ്ങൾ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മ്യൂസിക് കേൾക്കാം, എല്ലാം ഉണ്ടായിരുന്നു ആ സ്ക്രീനിൽ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടൈം നമുക്ക് വെറുതെ ഇരിക്കാന്നല്ലോ, പാട്ട് കേൾക്കാൻ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിമോട്ട് ഒക്കെ ഉണ്ട്. പിന്നെ കണ്ട കോലാലംപൂർന്ന് സിഡ്നിയിലേക്ക് ആ ഫ്ലൈറ്റിന്റെ യാത്രയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വെൽക്കം ഡ്രിങ്ക് വന്നു കേട്ടോ. ഓറഞ്ച് ജ്യൂസാണ് ആദ്യം തന്നെ കൊണ്ടുവന്നത്. എന്റെ അടുത്തുള്ള അമ്മുമ്മയും ഞാനും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു മീൽ ഉണ്ടായിരുന്നു. ചോറും നല്ല ബ്രോക്കോളി, പുഴുങ്ങിയ ബ്രോക്കോളി, ക്യാരറ്റ്, പിന്നെ നമ്മളെ വെള്ളക്കടലേന്റെ കറി, അതിന്റെ കൂടെ ഒരു പച്ചമുളക്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബന്നുണ്ടായിരുന്നു, ബന്നും വീഗൻ ബട്ടറും ഉണ്ടായിരുന്നു. വേണ്ട, പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ യോഗേർട്ട് ഉണ്ട്, ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളും നമ്മള് സവർജില്ലി ഫ്രൂട്ട് ഇല്ലേ, അതാന്ന് തോന്നുന്നു, അതിന്റെ ടേസ്റ്റിലെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ബ്രോക്കോളിയും ചോറും ഒന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ബ്രോക്കോളി നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചോണ്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും നല്ല ഉണ്ടായിരുന്നു. നമ്മളെ ഈ ചന മസാലേന്റെ ഒരു ഫ്ലേവർ ആയിരുന്നു കറിക്ക്. അപ്പൊ ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മള് യാത്ര ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കൂലല്ലോ. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീക്ക്നെസ് ആണല്ലോ. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, എണീക്കുക, ഇതൊക്കെയാണല്ലോ നമ്മളെ ആകെ ഉള്ള ഒരു എന്റർടൈൻമെന്റ്. അപ്പൊ ഞാന് എന്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫ്രൂട്ട്സിലേക്ക് മാറി. കട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു. പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ഒക്കെ നല്ല മധുരമുള്ള പൈനാപ്പിൾ. അത് കണ്ട അത്ര ഭയങ്കര പഴുത്തിനൊന്നും തോന്നൂല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ ഇങ്ങനത്തെ എയർപ്ലെയിനിലൊക്കെ നല്ല ഫുഡല്ലേ സെർവ് ചെയ്തു. എയർലൈൻസ് ഒക്കെ അടിപൊളി എയർലൈൻസ് ആണല്ലോ. അപ്പൊ ഞാൻ എന്റെ ഫുഡൊക്കെ എൻജോയ് ചെയ്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ ഞാൻ നന്നായിട്ട് കഴിച്ചു. അപ്പൊ നമ്മളെ സിഡ്നിയിലേക്കുള്ള ലാസ്റ്റ് വീഡിയോ ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഇനി ഒരു വീഡിയോ കൂടിയേ ഉള്ളൂ, അത് നമ്മൾ സിഡ്നിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പൊ എന്റെ വീഡിയോ കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഇഷ്ടപ്പെടുന്നതിനെല്ലാം താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമാണ് കേൾക്കട്ടെ. താങ്ക് യു സോ മച്ച്.